പ്ലസ് വൺ പ്ലസ് ടുവിലേക്ക് പോകുന്ന മിക്ക കുട്ടികൾക്കുള്ളൊരു സംശയമാണ്, സാർ ഈ പ്ലസ് വണ്ണും പ്ലസ് ടു തമ്മിൽ ഭയങ്കര ഡിഫറൻസ് ഉണ്ടോ? പഠിക്കാനുള്ള സബ്ജക്റ്റൊക്കെ സെയിം അല്ലേ, അപ്പോൾ മൊത്തത്തിൽ സെയിം ആയിരിക്കില്ലേ എന്നാണ് നിങ്ങൾക്ക് തോന്നുമെങ്കിൽ ആക്ച്വലി അങ്ങനെയല്ല. കുറച്ച് അധികം ഡിഫറൻസുകളുണ്ട്. അത് നിങ്ങളുടെ മൊത്തത്തിലെ പഠനത്തിനെ കാര്യമായിട്ട് എഫക്റ്റ് ചെയ്യും. നിങ്ങൾ ആ ഡിഫറൻസിനനുസരിച്ച് കാര്യങ്ങൾ മാറ്റിയില്ലെങ്കിൽ, ഇപ്പോൾ പേടിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല, പക്ഷെ അത് മനസ്സിലാക്കി നിങ്ങൾ പ്രിപ്പയർഡ് ആയാലും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ശ്രദ്ധിച്ചിരുന്ന് കേൾക്കുക. പിന്നെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമുള്ളത്, നമ്മുടെ പ്ലസ് ടു ഇയറേ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന April 26 പ്രോപ്പറായിട്ട് നെക്സ്റ്റ് ഇയർ പഠിക്കണമെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ക്ലാസ് വെച്ച് ഏറ്റവും എല്ലാ റിസോഴ്സും സ്റ്റഡി മീറ്റിലടക്കമുള്ള എല്ലാ റിസോഴ്സും വെച്ച് പ്രോപ്പറായിട്ടൊരു പഠനം ചെയ്യണമെങ്കിൽ ബാച്ചിലേക്ക് അഡ്മിഷൻ എടുത്തോളൂ. താഴെ നമ്മുടെ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് നിങ്ങൾ കാണാൻ പോകുന്ന ഡിഫറൻസ് ആയിരിക്കും ലാബും റെക്കോർഡും. അപ്പോൾ ചില കുട്ടികൾക്കൊക്കെ പ്ലസ് വണ്ണിലൊക്കെ നിങ്ങൾ ലാബിലൊക്കെ പോയിട്ടുള്ള ചെയ്ത പരിപാടി ഉണ്ടാവും. പ്ലസ് ടുവിലും ആദ്യം ലാബ് ഉണ്ടാവും. അതും നല്ല വിഷയം വരുന്നത് നിങ്ങൾ ഏതാണ്ട് ക്രിസ്മസ് എക്സാം കഴിയുമ്പോഴൊക്കെ ആയിരിക്കും ആക്ച്വലി ഈ ലാബിനെ സീരിയസ് ആയിട്ട് എടുക്കുക. ഞാനിപ്പോൾ എന്ത് പറഞ്ഞാലും നിങ്ങൾ ലാബ് സീരിയസ് ആയിട്ട് ശ്രദ്ധിച്ചിരിക്കില്ല, ഫുള്ള് കളിയും ചിരിയൊക്കെ ആയിരിക്കും ഉണ്ടാവുക. വിച്ച് ഇസ് ഓക്കെ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ പ്രശ്നം ആ ജാനുവരി സമയം ഏതാണ്ട് മുഴുവൻ, ഡിസംബർ കഴിഞ്ഞ് ജാനുവരി സമയം ഏതാണ്ട് മുഴുവൻ ലാബിലെ എക്സ്പെരിമെൻറ്റ് പഠിക്കാൻ. കാരണം പരീക്ഷയുണ്ട്, അതിൻ്റെ മാർക്ക് കൗണ്ട് ചെയ്യും. മാത്രമല്ല റെക്കോർഡും ആദ്യം മുതലേ എഴുതി പോകണമെന്നാണ് ഒരു രീതി. പക്ഷേ ഞാനടക്കം പ്ലസ് ടു പഠിക്കുമ്പോൾ ആരും എഴുതിയിട്ടില്ല. അപ്പം അത് ആ എഴുതാനൊക്കെ അന്ന് സമയം കുറേ പോകും. അപ്പോൾ ആ സമയമാണ് അവിടെ പ്രശ്നം. ലാബ് ബുദ്ധിമുട്ടുള്ളതുകൊണ്ടൊന്നല്ല, പക്ഷേ സമയം കുറേ നിങ്ങൾക്ക് പോകും. ആ സമയം നിങ്ങൾ പ്ലസ് വണ്ണിൽ നഷ്ടപ്പെടില്ല. ആ നഷ്ടപ്പെടാതെ തന്നെ നിങ്ങൾ പ്ലസ് വണ്ണിൽ എത്രത്തോളം കഷ്ടപ്പെട്ടു എന്ന് നിങ്ങൾക്കറിയാം. പക്ഷേ ഇവിടെ ആ സമയം പോകുന്നത് ഒരു വലിയൊരു പ്രശ്നമായിരിക്കും. കാരണം ആ സമയത്ത് നിങ്ങൾക്ക് റെഗുലർ ആയിട്ടുള്ള പ്ലസ് ടു പഠനം നടത്താൻ പറ്റില്ല. പക്ഷേ പ്രശ്നം എന്താണ്, അത് കഴിഞ്ഞ പാടെ തന്നെ നിങ്ങളുടെ മോഡൽ വരുന്നുണ്ടാവും. അവിടെ മോഡൽ കഴിഞ്ഞ പാടെ പബ്ലിക്കും ഉണ്ടാവും. അപ്പോൾ ഇതൊരു നിങ്ങൾ മനസ്സിൽ കാണണം, ഇങ്ങനെ സമയം പോകും എന്നുള്ള കാര്യം. രണ്ടാമത്തെ കാര്യം എന്താണ്, നിങ്ങൾ പ്ലസ് വണ്ണിൽ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതുന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ സിസ്റ്റം അറിയാലോ, പണ്ടത്തെ പോലെയല്ല. പണ്ട് സെപ്റ്റംബറിൽ നിങ്ങൾ പ്ലസ് ടു പബ്ലിക് എക്സാമിന് വളരെ മുൻപ് തന്നെ നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം എഴുതായിരുന്നു. ഇപ്പം അങ്ങനെയല്ല. എങ്ങനെയാണോ പ്ലസ് വൺ കുട്ടികൾ എഴുതുന്നത് അതിൻ്റെ ഇടയിൽ കൂടെ ആയിരിക്കും നിങ്ങൾ പ്ലസ് ടുവിൽ എഴുതാൻ പോകുന്നത്. അതായത് നിങ്ങളുടെ പ്ലസ് ടു ഇംഗ്ലീഷ് എക്സാം കഴിഞ്ഞിട്ട് നിങ്ങളുടെ പ്ലസ് ടു അടുത്ത ഫിസിക്സ് എക്സാം 4-5 ദിവസം കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും. പക്ഷേ ആ ഗ്യാപ്പിലായിരിക്കും നിങ്ങളുടെ പ്ലസ് വണ്ണിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം പ്ലസ് വൺ പിള്ളേരുടെ കൂടെ എഴുതേണ്ടി വരിക. അപ്പോൾ പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻറ്റ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ അതും നിങ്ങളുടെ പ്ലസ് ടുവിൻ്റെ കൂടെ ആയിരിക്കും വരിക. അപ്പോൾ അത് പ്ലസ് ടുവിലെ ഒരു സബ്ജക്റ്റ്, ഒരു എക്സ്ട്രാ സബ്ജക്റ്റ് കിട്ടിയ പോലെ നിങ്ങൾ പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻറ്റ് എഴുതുന്നുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ പ്രശ്നം. പക്ഷേ മിക്ക കുട്ടികളും എഴുതുമല്ലേ ഏതെങ്കിലും സബ്ജക്റ്റ്. അപ്പോൾ ആ ഒരു പ്രശ്നവും ആ ഒരു ഡിഫറൻസ് വരും. പ്രശ്നം എന്ന് പറയാൻ ഡിഫറൻസ് വരും. ആ ഡിഫറൻസിനനുസരിച്ച് നമ്മൾ ഒപ്റ്റിമൈസ് ചെയ്യണം കാര്യങ്ങൾ. സിലബസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ആക്ച്വലി നമ്മൾ നോക്കുകയാണെങ്കിൽ ഒറ്റ നോട്ടത്തിൽ വലിയ ഡിഫറൻസ് ഒന്നുമില്ല. കാരണം പ്ലസ് വണ്ണിൽ ഫിസിക്സ് ഉണ്ട്, കുറച്ച് വെറുപ്പിക്കലാണ്. പ്ലസ് ടുവിന് ഫിസിക്സ് ഉണ്ട്, കുറച്ച് വെറുപ്പിക്കലാണ്. ആകെയുള്ള വ്യത്യാസം ഈ പ്ലസ് വണ്ണിലെ ഫിസിക്സ് വെറുപ്പിക്കലൊക്കെ ആയിരുന്നെങ്കിലും കുറേ കാര്യങ്ങൾ ഡെറിവേഷൻസ് പഠിക്കാനുണ്ടായിരുന്നെങ്കിലും അറ്റ്ലീസ്റ്റ് നമ്മൾ ഡെയിലി ലൈഫിൽ കാണുന്ന കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു ഏറെക്കുറെ കാര്യങ്ങൾ. മോഷൻ സ്ട്രേറ്റ് ലൈൻ, മോഷൻ പ്ലെയിന്, വർക്ക് എനർജി പവർ, ഫ്ലൂയിഡ്സ് ഒക്കെ നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ ആക്ച്വലി ഫീൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പ്ലസ് ടുവിൽ അങ്ങനെയല്ല. പ്ലസ് ടുവിൽ നിങ്ങൾ ആദ്യം തന്നെ തുടങ്ങാൻ പോകുന്ന ഇലക്ട്രിക് ചാർജ് ആൻഡ് ഫീൽഡാണ്. എവിടെ ഇലക്ട്രിക് ചാർജ് നമുക്ക് ഡെയിലി ലൈഫിൽ കാണാൻ പറ്റുന്ന കാര്യമല്ല. പിന്നെ മാഗ്നറ്റിസം, ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്, ന്യൂക്ലിയൈ, സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ഒരു പോക്കാണ്. കൂടുതൽ ഇലക്ട്രോ ഡൈനാമിക്സ്, ഇലക്ട്രിസിറ്റിയും മാഗ്നറ്റിസമാണ് കൂടുതലുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വെറുപ്പിക്കൽ തന്നെ ആയിരിക്കും, പക്ഷേ കുറച്ചും കൂടി കൂടുതലായിരിക്കും. കാരണം നിങ്ങൾക്ക് ഇതൊന്നും ആക്ച്വലി നിങ്ങളുടെ റിയൽ ലൈഫിൽ കണക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതൊരു പ്രശ്നമാണ്. ഫിസിക്സിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, കെമിസ്ട്രിയുടെ കാര്യത്തിലും നിങ്ങൾ പ്ലസ് വണ്ണിൽ ഓർഗാനിക് കെമിസ്ട്രി പഠിച്ചിട്ടുണ്ട്. അത് പക്ഷേ വെറും കോമഡിയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും പ്ലസ് ടു എത്തുമ്പോൾ. കാരണം ഓർഗാനിക് കെമിസ്ട്രി ആണ് അവിടെ പകുതിയോളം. ഓക്കെ, അത് മാത്രമല്ല വേറെ ലെവലും ഒന്ന് കൂടും. മാത്സിൻ്റെയും നിങ്ങൾ പ്ലസ് വണ്ണിൽ ഇങ്ങനെ ബേസിക്സ് ആണ് പഠിച്ചത്. ഡിഫറൻസിയേഷൻ, കണ്ടിന്യൂറ്റി ഒക്കെ ബേസിക് ആണ് നിങ്ങൾ പഠിച്ചത്. പ്ലസ് ടു നിങ്ങൾ ആക്ച്വലി പഠിക്കുക എന്താണ് ഡിഫറൻസിയേഷൻ, ആപ്ലിക്കേഷൻസ് എന്താണ്, ഇൻ്റഗ്രേഷൻ എന്താണ്, ആപ്ലിക്കേഷൻ എന്താ. ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ ഒരു 3-4 ചാപ്റ്ററിൻ്റെ വെയിറ്റേജ് ഉള്ള അത്രത്തോളം കണ്ടന്റ് ഉള്ള സാധനം. ഇത് പഠിപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ല, പക്ഷേ കുറച്ച് ഡിഫറൻസ് ഉണ്ടാവും. ആൻഡ് ഡോണ്ട് മേക്ക് ഇറ്റ് ലൈക്ക് ഇത് എന്താണ് പ്ലസ് വണ്ണിൻ്റെ ഡബിൾ ഡിഫിക്കൽറ്റിയാണ് പ്ലസ് ടു, അങ്ങനെയൊന്നല്ല. പ്ലസ് വണ്ണിൻ്റെ നിങ്ങൾക്ക് 10ൽ ഒരു ഡിഫിക്കൽറ്റിയുടെ ലെവൽ ഒരു 8 പറയുകയാണെങ്കിൽ പ്ലസ് ടു ആകുമ്പോഴത്തേക്കും അതൊരു 9ലേക്ക് കൂടും. ചിലപ്പോൾ 9.5 നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ ചാൻസ് ഉണ്ട് പ്ലസ് വൺ മര്യാദ പഠിച്ചില്ലെങ്കിൽ. പിന്നെ ഒരു ഗുണമുള്ളത്, പ്ലസ് വണ്ണിൽ നിങ്ങൾക്ക് ഒന്നും പഠിച്ചില്ല, മര്യാദ അറിയില്ലെങ്കിൽ പ്ലസ് ടുവിൽ നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. കാരണം ഡിഫറൻസ് ഉണ്ട്, കംപ്ലീറ്റ്ലി വേറെ ടൈപ്പ് സിലബസ് ആണ്. അപ്പോൾ ആ ഒരു പ്രശ്നം നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. മര്യാദ ആദ്യം പഠിക്കുക തുടങ്ങിയാൽ പ്ലസ് വണ്ണിൽ പഠിക്കാത്തതുകൊണ്ട് പ്ലസ് ടുവിൽ നിങ്ങൾക്ക് മാർക്കൊന്നും കുറയില്ല. ഓക്കെ, അതൊരു ഗുണമുണ്ട്. പിന്നെ വരാൻ പോകുന്ന കാര്യം എന്താണ്, നിങ്ങൾ എൻട്രൻസ് എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ പല കുട്ടികളും മര്യാദയ്ക്ക് ഒരു പഠനം തുടങ്ങുക പ്ലസ് ടുവിൽ എത്തുമ്പോഴാണ് എൻട്രൻസിന് പ്ലസ് വൺ മൊത്തം കൊളാക്കിയിട്ട്. അപ്പോൾ അതും കൂടി ഒരു എക്സ്ട്രാ തലവേദനയായിരിക്കും. എന്ന് മാത്രമല്ല, ഒരു ഗുണമുള്ളത്, നിങ്ങൾ ഇപ്പോൾ കീം എൻട്രൻസ് എക്സാം ഒക്കെ എഴുതുകയാണെങ്കിൽ നിങ്ങളുടെ ബോർഡ് എക്സാമിന് മാർക്ക് കൗണ്ട് ചെയ്യും. പക്ഷേ അതിൽ പ്ലസ് വൺ കൗണ്ട് ചെയ്യാൻ പോകുന്നില്ല. അപ്പോൾ പ്ലസ് ടു ആണ് കൗണ്ട് ചെയ്യുക. അപ്പോൾ ഒരു അഡ്വാൻറ്റേജ് ഉള്ള മര്യാദയ്ക്ക് പ്ലസ് ടു പഠിച്ചാൽ എൻട്രൻസിൽ നല്ല റാങ്കും അതുപോലെ പ്ലസ് ടുവിൻ്റെ നല്ല മാർക്കും കൂടി കിട്ടിയാൽ നിങ്ങൾക്ക് അതിനൊരു ചാൻസ് ഉണ്ട്. പക്ഷേ എനിവേ ഇതൊരു തലവേദനയും കൂടി ആയിരിക്കും. അപ്പോൾ ഞാൻ പറയുന്നത് വെച്ചാൽ നിങ്ങൾ ഇതുകൊണ്ട് പേടിച്ച് തല കറങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ ഇതിനനുസരിച്ച് പ്ലാൻ ചെയ്യണം. ഏറ്റവും ബേസിക് കാര്യം എന്താ,
നേരത്തെ മര്യാദയ്ക്ക് പഠിച്ചു തുടങ്ങണം. കാരണം നേരത്തെ തുടങ്ങാതെ ഇതിനൊരു പ്ലാനിങ് എന്ത് ചെയ്തിട്ടുണ്ട ഒരു കാര്യമില്ല. അപ്പം നേരത്തെ റെഗുലറായിട്ട് പഠിച്ചു പോവുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ബോർഡ് എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനൊക്കെ അത്യാവശ്യം നേരത്തെ തീർക്കണം. മിനിമം ഒരു ഡിസംബർ ആകുമ്പോഴത്തേക്കും സിലബസ് തീർത്തേ പറ്റില്ല. മിനിമം ആട്ടോ, അത് മാക്സിമം ഒന്നല്ല, മിനിമം തീർത്തേ പറ്റുള്ളൂ. കാരണം അത് തീർത്താലേ നിങ്ങൾക്ക് ആ സമയമാകുമ്പോൾ മോഡൽ എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ പറ്റുള്ളൂ, ലാബും റെക്കോർഡും ചെയ്യാൻ പറ്റുള്ളൂ, ഇമ്പ്രൂവ്മെൻറ്റിന് പ്രിപ്പയർ ചെയ്യേണ്ടി വരില്ലേ, കുറേയൊക്കെ അവസാനമല്ലേ ചെയ്യാൻ പോകുന്നത് പ്ലസ് വണ്ണിൻ്റെ. അപ്പോൾ അതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ സിലബസ് ചെയ്യാൻ പറഞ്ഞു ടഫാണ്, അപ്പോൾ എക്സാമും കുറച്ച് ടഫായിട്ട് വരിക. അപ്പോൾ അതിനുള്ള എക്സ്ട്രാ ക്വസ്റ്റൻസ് പ്രാക്ടീസ് ഒക്കെ ചെയ്യാൻ യൂണിറ്റ് ടൈം നേരത്തെ തുടങ്ങുക, അത്രേ ഉള്ളൂ, കൂടുതലും പറയാനില്ല. ഓക്കെ, അതിൽ എക്സാമിനറിൻ്റെ കൂടിയാണ് നിങ്ങൾ പഠിക്കാൻ പ്ലാൻ എങ്കിൽ നമ്മൾ എന്തായാലും നേരത്തെ തുടങ്ങാമാണ്. April 26 വി ആർ സ്റ്റാർട്ടിങ് അവർ ബാച്ച് ലോഞ്ച് ഉണ്ടാകുന്നതായിരിക്കും. കംപ്ലീറ്റ് ബാച്ച് എങ്ങനെ ഉപയോഗിക്കണം, അതിലെങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനൊക്കെ, കാരണം ബാച്ചിൽ നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻറ്റ് ക്ലാസ് ഫ്രീ ആയിട്ട് കിട്ടും, ലാബിൻ്റെ ക്ലാസ്സും കിട്ടും. ഇനി നെക്സ്റ്റ് നിങ്ങൾ പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല. പ്ലസ് വണ്ണിൽ ഇമ്പ്രൂവ്മെൻറ്റ് കാര്യം ഞാൻ പറയുന്നത് മാത്രമല്ല, എത്ര എക്സാം ടഫായി വന്നാലും അതിന് വേണ്ടിയുള്ള ക്വസ്റ്റ്യൻ പ്രാക്ടീസ് നമ്മൾ ബാച്ചിൽ ചെയ്യിപ്പിക്കുന്നുണ്ട്, ഫുൾ കാര്യം പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ സൊല്യൂഷൻ അവിടെ ഉണ്ടാവും, പക്ഷെ അതൊക്കെ നിങ്ങൾ ഉപയോഗിക്കണം എന്ന് മാത്രമേ പറയാനുള്ളൂ. അപ്പോൾ എങ്ങനെ ഉപയോഗിക്കണം എന്ന കാര്യമൊക്കെ നമുക്ക് April 26 സംസാരിക്കാം. ഇത്രയാണ് ഡിഫറൻസ് എന്നുള്ള ഒരു ബോധത്തോടു കൂടിയാണ് നിങ്ങൾ പ്ലസ് ടുവിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഓക്കെ, നിങ്ങളെ ഞാൻ ഓവർ പേടിപ്പിച്ചില്ല എന്ന് വിചാരിക്കുന്നു. ഈ പേടിച്ച് പോയാലും കുഴപ്പമൊന്നുമില്ല, ഇതാണ് റിയാലിറ്റി. ലെറ്റ്സ് ഡീൽ വിത്ത് ഇറ്റ്. കൂടുതലൊന്നും പറയുന്നില്ല, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ, ടേക്ക് കെയർ.